അപ്പോ സരസ്വതി മാത്യു കാപ്പി കൊണ്ട് കൊടുക്കുന്നതും അടുത്ത നിമിഷം അദ്ദേഹം വെപ്രാളപ്പെട്ട് വീണ് പിടഞ്ഞ് മരിക്കുന്നതും നിങ്ങൾ കണ്ടു? കണ്ടു. ഇവരോട് കൂടുതലൊന്നും ചോദിക്കാനില്ല. വേദപുസ്തകം വായിക്കാറുണ്ടോ? പേരെന്താണ്? വേദപുസ്തകം. പേരെന്താണെന്ന്? മാത്യുവിന്റെ ഏക സഹോദരിയാണല്ലേ? അതെ. നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ? ഉണ്ട്. ഇപ്പോഴെവിടെയുണ്ട്? അവിടെ ഇരിപ്പുണ്ട്. ഓഹോ, മിസ്സിസ് മാത്യുവിനെ അറസ്റ്റിന് ശേഷം ആ ബംഗ്ലാവിലെ കാര്യങ്ങൾ നോക്കാൻ മറ്റാരുമില്ലല്ലോ? ഇല്ല, ഞാനും അപ്പനും മാത്രമേ ഉള്ളൂ. വേദപുസ്തകം വായിക്കാറുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ദൈവമായ യഹോവയുടെ വചനങ്ങൾ മോശ ഇസ്രായേൽ മക്കളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓർക്കുന്നില്ല. അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടക്കാൻ ഞാൻ അകത്ത് വരുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും, പുറത്തു പോകുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും. ഡാനിയലിന്റെ പുസ്തകത്തിൽ ഒരു കഥയുണ്ട്. ദുഷ്ടനായ നെബൂഖദ്നേസർ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അവൻ നീതിയും ധർമ്മവും മറന്നു ജീവിച്ചു. അവന് ദൈവശിക്ഷ കിട്ടി. അവന്റെ രോമങ്ങൾ കഴുകന്റെ രോമങ്ങൾ പോലെ വളർന്നു. അവന്റെ നഖങ്ങൾ കഴുകന്റെ നഖങ്ങൾ പോലെ വളർന്നു. എന്റെ അമ്മേ, നിങ്ങളുടെ നഖങ്ങൾ നിങ്ങളുടേതായി. മിസ്റ്റർ ശിവപ്രസാദ്, ഇത് പള്ളിയല്ലല്ലോ. ബെയർ വിത്ത് മീ യുവർ ഓണർ. ഇത് പള്ളിയല്ല, കോടതിയാണ്. പക്ഷേ നീതി ദൈവമാണ്, ദൈവം നീതിയാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പട്ടം ചാർത്തിയിരിക്കുന്ന ദൂതനാണങ്ങ്. എന്നെ നിയമിച്ചത് ഗവൺമെന്റാണ്. നിങ്ങൾക്ക് ചിത്തഭ്രമം വന്നിരുന്നു? ഇപ്പോൾ മാറി. ദൈവത്തിൽ വിശ്വാസമുണ്ടല്ലോ? ഉണ്ട്. അസത്യം പറഞ്ഞ് നിരപരാധിയെ കൊലമരത്തിൽ കയറ്റുന്നത് പാപമാണെന്നറിയാമോ? എങ്കിൽ ദൈവത്തെ സാക്ഷി നിർത്തി പറയും. സരസ്വതി മാത്യു കാപ്പിയിൽ വിഷം ചേർക്കുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടോ നിങ്ങൾ പറയും. കണ്ണാല കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഭ്രാന്ത് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ചിത്തഭ്രമം വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ണാല കണ്ട കാഴ്ചയിലല്ലേ ചിത്തഭ്രമം വന്നത്? മാത്യു മരിക്കുന്നതിന് അല്പം മുമ്പല്ലേ ജോൺ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും അദ്ദേഹം വന്നത്? വന്ന ഉടനെ തളർന്ന് തെറ്റിയിരുന്നു. വേഗം വെള്ളം തരൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ സരസ്വതി മാത്യു ഓടിച്ചെന്ന് കാപ്പി എടുത്തു കൊടുത്തു. ശരിയല്ലേ? ശരിയാണ്. സരസ്വതി മാത്യു കാപ്പിയിൽ വിഷം കേൾക്കുന്നത് കണ്ടോ? ഞാൻ കണ്ടില്ല. എന്റെ യേശുദൈവ, ആ വിഷം ജോൺ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് സമനില കൊടുക്കണമേ. എന്റെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. അപ്പോ സരസ്വതി മാത്യു കൊടുത്ത കാപ്പി കഴിച്ച ഉടനെ മാത്യു തളർന്ന് തെറ്റിക്കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഈ കേസിന്റെ സാക്ഷി വിസ്താരം പൂർത്തിയായിരിക്കുകയാണ്. സാക്ഷികൾ പൊതുവെ ഞങ്ങൾക്കെതിരായിട്ടാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. എനിക്കറിയാം. അതിനു പുറമെ ഞങ്ങൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഈ സ്ഥിതിക്ക് നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. ഞാനത് പ്രതീക്ഷിക്കുന്നു. മിസ്സിസ് മാത്യു ഇനിയെങ്കിലും ഞങ്ങളോട് സഹകരിച്ചാൽ സത്യം ഞാൻ പുറത്തുകൊണ്ടിരും. ആ കേസ് തള്ളിക്കുകയും ചെയ്യും. മിസ്റ്റർ മാത്യു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എസ്റ്റേറ്റ് അവകാശത്തെ സംബന്ധിച്ച് ഒരു വിൽപത്രം ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിരുന്നില്ലേ? കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി അതെനിക്ക് കിട്ടണം. എന്റെ മരണത്തിന് ശേഷമല്ലാതെ നിങ്ങൾക്കത് കിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് കഴിവുമരം കയറാൻ ശ്രമിക്കരുത്. ചെയ്യാത്ത കുറ്റത്തിനാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? എന്റെ ഭർത്താവ് സ്നേഹിച്ചിരുന്ന് ചിലരെ രക്ഷിക്കാൻ വേണ്ടി. ഞാൻ സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തെയും അതിൽപ്പെട്ട ചില വ്യക്തികളെയും രക്ഷിക്കാൻ വേണ്ടി. ചേച്ചി, ദയവ് ചെയ്ത് ആ വിൽപത്രം എവിടെയാണ് വെച്ചിരിക്കുന്നത് പറയാം. ഞങ്ങൾ ബംഗ്ലാവിൽ നോക്കാവുന്നിടത്തെല്ലാം നോക്കി, കണ്ടുകിട്ടിയില്ല.
ഞാൻ തൂക്കുമരത്തിലേക്ക് പോകുന്നതിന് അല്പം മുമ്പ് അതെവിടെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതെന്ന് അറിയിക്കാം. അതനുസരിച്ച് നിങ്ങൾ വേണ്ടത് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയില്ല, എന്തു വന്നാലും പറയില്ല. എങ്ങനെയുണ്ട്? ഇന്ന് വേദന വളരെ കൂടുതലാണ്. 102 ഡിഗ്രി പനിയുമുണ്ട്. വല്ലാത്ത അസ്വസ്ഥത. ബെഡിൽ നിന്ന് എഴുന്നേൽക്കരുത്. മിസ്റ്റർ ശങ്കരൻകുട്ടി, വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. മിസ്സിസ് മാത്യു ഒരു വിൽപ്പത്രം എഴുതിയിട്ടുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടും. അവരോട് ചോദിച്ചില്ലേ? അവർ പറയുന്നില്ല. ബംഗ്ലാവിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പരിശോധിച്ചു, ഒരറിവുമില്ല. ഈ എസ്റ്റേറ്റ് കൈയടക്കണം എന്ന ഉദ്ദേശത്തോടെ മാത്യുവിനെ കൊന്നു എന്നുള്ളതാണല്ലോ പ്രോസിക്യൂഷൻ കേസ്. ആ മോട്ടീവിനെ തകർക്കാൻ ഈ വിൽപ്പത്രം ഒന്ന് മാത്രമേ ഒരു പ്രതിവിധിയായിട്ടുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ വധശിക്ഷയ്ക്കാണ് സാധ്യത. ഈ വിൽപ്പത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരറിവുണ്ടോ? എനിക്കൊരറിവില്ല. വീട്ടിൽ നിന്ന് അതാരെങ്കിലും കടത്തിക്കൊണ്ടുപോയതാണോ എന്ന് കൂടി ഞാൻ സംശയിക്കുന്നു. പ്രമാണങ്ങൾ വെച്ചിരുന്ന ഒരു പെട്ടി തുറന്നു കിടന്നിരുന്നു. ശരി, നമുക്കൊന്നുകൂടി അന്വേഷിച്ച് നോക്കാം. എനിക്ക് നാളത്തെ ഹിയറിംഗിന് തയ്യാറാകേണ്ടതുണ്ട്. വരൂ. ശങ്കരൻകുട്ടി, ഇതെല്ലാം ഓർത്ത് വിഷമിക്കാതെ വിശ്രമിക്കൂ. താങ്ക് യു. ഓക്കെ. ഇന്നലെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത മൊഴി ആര് പറഞ്ഞെന്നാണ്? പറയൂ. മാത്യുവിനെ സരസ്വതി മാത്യു ആണ് വിഷം കൊടുത്തു കൊന്നതെന്ന് നിങ്ങൾ വളരെ അടുക്കാക്കിയിട്ട് പറഞ്ഞല്ലോ. ഇത് ആര് പഠിപ്പിച്ചെന്നാണ്? പറയൂ. യുവർ ഓണർ, പ്ലീസ് നോട്ട് ഹെർ കൺഫ്യൂഷൻ. മാത്യു മരിച്ചതിന് ശേഷം കുറെ ദിവസം നിങ്ങൾ എസ്റ്റേറ്റ് ഇല്ലായിരുന്നു എന്നുള്ളൊരു തെളിവുണ്ട്. നിങ്ങൾ എവിടെ പോയിരുന്നു? എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനായ പപ്പുണിച്ചേരന്റെ വീട്ടിലായിരുന്നു. മാത്യു മരിച്ചതിന് നിങ്ങൾ എന്തിനു ഒളിവിൽ പോണം? പിന്നെ ഭർത്താവ് പറഞ്ഞയച്ചതാണ്. എന്തിന്? ഞാൻ ജോൺ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലായിരുന്നു. മാത്യു സാറ് മരിച്ച അടുത്ത ദിവസം എന്റെ ഭർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്തിന്? തെളിവ് നശിപ്പിക്കാൻ വേണ്ടി. ആരെങ്കിലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെ പേടിപ്പിച്ചു. ഞാൻ പേടിച്ചുപോയി. നിങ്ങളെ കൊന്നാൽ തെളിവ് നശിക്കുമോ? എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ സത്യം പറഞ്ഞോളൂ. മാത്യുവിന് വിഷം കൊടുത്തു എന്ന് നിങ്ങൾ പറയൂ. എന്റെ സാറ് എന്റെ സ്വമനത്താലെ ചെയ്തതല്ല. പിന്നെ അവര് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാ. ആര് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു? ആര് ചെയ്യിപ്പിച്ചു? പറയൂ. രാമുണ്ണി മേനോൻ സാറ്. വരാൻ നോക്കണം. ഗുളിക തന്നില്ലേ? നിങ്ങളുടെ ഗുളികയ്ക്ക് എന്നെ ഉറക്കാനുള്ള ശക്തിയില്ല സിസ്റ്റർ. ഓ